മറ്റേതാ തുടങ്ങിക്കോളൂ, പറഞ്ഞോളൂ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വ അൻത തജ്അലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സർവശക്തനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ മഹത്തായ വചനങ്ങൾ ഉരുവിടുന്ന ഈ മിഷ്കാത്ത് ഗ്രൂപ്പിന്റെ, അതായത് ഇൽമിന്റെ സദസ്സിൽ അൽഹംദുലില്ലാഹ് ഒരിക്കൽ കൂടി ദഅവ ചെയ്യാൻ അവസരം തന്ന സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. പിന്നെ എന്തൊക്കെയുണ്ട് വിവരങ്ങളൊക്കെ? സുഖല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാഹ്. എല്ലാവരുടെയും ഇഹപര സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു എപ്പോഴും. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നിവിടെ എന്റെ ടോപ്പിക്ക് വസ്വാസ് എന്ന വിഷയത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. എന്താണ് വസ്വാസ്? അതായത് വസ്വസത്തു മിന ഷൈത്താൻ, അല്ലെ? ഷൈത്താനാണ് ഈ വസ്വാസ് വരുന്നത്. അള്ളാഹു പറയുന്ന ഈ വിഷയം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊരു നല്ല ഉപകാരപ്രദമായ രീതിയിൽ മനസ്സിലാക്കി തരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ, ആമീൻ. ഇതൊരു പിശാചിൽ നിന്നുള്ള ദുർമന്ത്രണം തന്നെയാണ്, അല്ലെ? ഇതിനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് തരണം ചെയ്യാം ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. സഹോദരിമാരെ, ഞാനടക്കം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അറിയാതെ തന്നെ ചെറിയ തോതിലെങ്കിലും പല വിഷയങ്ങളിലായി കണ്ടുവരുന്ന ഒരു രോഗമാണ് വസ്വാസ്, അല്ലെ? ഇത് കൂടിയാലുള്ള ഒരു ഭവിഷ്യത്ത് പറയുകയും വേണ്ട. സുബ്ഹാനല്ലാഹ്, വളരെ പ്രയാസകരമായതാണ്, അല്ലെ? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ, ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മ എല്ലാവരെയും ദുഷിച്ച വസ്വാസിനെ തൊട്ട് റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇത് പല വിധത്തിലാണ്, അതായത് നെയ്യത്തിൽ വരാം, കർമ്മത്തിൽ വരാം, ചിന്തയിൽ വരാം. അങ്ങനെ പല പല ഭാവത്തിലും ഓരോ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് വസ്വാസ് എന്ന രോഗം. വസ്വാസ്, അതായത് ഇതിന് സൈക്കോളജിയിൽ പറയും OCD എന്ന് പറയും, അല്ലെ? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് വീണ്ടും വീണ്ടും വരുന്ന യുക്തിരഹിതമായ ചിന്തകളാണ് ഒബ്സഷൻ. ഈ ഒബ്സഷൻ കാരണം ആൻസൈറ്റി വരുന്നു. അത് മറികടക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തനം ചെയ്യുന്നു. അതായത് ആവർത്തി തന്നെ ഓരോ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു പൈശാചികം തന്നെയാണ്, അല്ലെ? അൽ വസ്വസത്തു മിന ശൈത്താൻ, നഊദു ബില്ലാഹ്. ഈ വസ്വാസ് ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദുഹു അദുവ്വ. അല്ലാഹു പറയുന്നുണ്ട്, ഇതിന്റെ നിശ്ചയം ശൈത്താൻ നിങ്ങളെ പ്രത്യക്ഷ ശത്രുവാണ്. അപ്പോ അവനെ നമ്മൾ എന്താണ്? ശത്രുവായി തന്നെ കണക്കാക്കണം, അല്ലെ? വസ്വാസ് എന്ന വാക്കിൽ തന്നെ ഉണ്ട് ആവർത്തനം. വസ്വാസ് 2 പ്രാവശ്യം വരുന്നത്. വസ്വാസിന്റെ മീനിങ് എന്താണ്? സംശയം. എന്നാൽ എന്ത് ചെയ്താലും ശരിയാവില്ല, ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ല, ഇനിയും ശരിയാക്കി എന്ന് അനാവശ്യമായ ചിന്തകൾ വരികയാണ് ഇവിടെ. അത് എന്താ വെച്ചാൽ നമ്മൾ ശ്രമിക്കും തോറും എന്താണ് ഇവിടെ വരുന്നത്? അത് ഒരിക്കലും പരിപൂർണതയിൽ എത്തില്ല, അല്ലെ? മെന്റലി സൂക്ഷ്മതയുള്ള ആളുകളെയാണ് അവരുടെ ഇബാദത്തുകളിൽ വീഴ്ച വരുത്താനും വഴി തെറ്റിക്കാനും ഉപയോഗിക്കുന്ന തന്ത്രപരമായ ഒരു സൂത്രം, അല്ലെ? നഊദു ബില്ലാഹ്. എന്നാൽ നാം എല്ലാവരെയും സൃഷ്ടിച്ചതും നമ്മെ പരിപാലിക്കുന്നതും എല്ലാം അതിൻ്റെതായ കൺട്രോളിൽ നിലനിർത്തി പോരുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ പോലും അള്ളാഹു താലയുടെ അടിമകളായ നമ്മെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് അടുപ്പിക്കാൻ ഇബ്ലീസ് മാക്സിമം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടാൻ വേണ്ടി നമുക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരുപാട് ദുആ ഇസ്തിആദ, അതായത് ഇസ്തിആദ അഭയത്തേട്ടം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ഇനി നമുക്ക് ഈ വസ്വാസ് അതായത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഈ വസ്വാസ് വന്നു കൂടുന്നതെന്ന് നോക്കുക. ഇവിടെ നല്ല ഒരു മുഅ്മിനായ, അതായത് സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്ന ഒരാളെ വഴി തെറ്റിക്കാൻ ഷെയ്ത്താൻ എന്താണ് ഒന്നാമതായി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവനെ കുഫറാക്കാൻ നോക്കുകയാണ്, അതായത് കാഫിറാക്കാൻ നോക്കുകയാണ്. നഊദു ബില്ലാഹ്. അതിലും പരാജയപ്പെടുമ്പോൾ അവനെ മുബ്തദിയാക്കാൻ നോക്കുകയാണ്. അതിലും അവന് വീഴുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ ഒരു മുഅ്മിനാണെന്ന് കണ്ടാൽ പിന്നെ അയാളെ ഒരു ഫാസിക്കാക്കാൻ നോക്കുകയാണ്.
തമ്മാടിയാക്കാൻ നോക്കണം. ആദനല്ലാഹ് റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇങ്ങനെ ഒക്കെ പരാജയപ്പെട്ടിട്ടും ഇബ്ലീസ് ഒഴിഞ്ഞു പോവുക സഹോദരിമാരെ? ഇല്ല, ഒരിക്കലും പോകില്ല. സുമു തക്കം പാർത്തിരിക്കുകയാണ്. എവിടെ വെച്ച് പിടിക്കാൻ നമ്മൾ അവിടെ വെച്ച് പിടിക്കണം, എന്നിട്ട് നരകത്തിലോട്ട് കൊണ്ടുപോകണം. ഇതാണ് ഓന്റെ ഒരൊറ്റ ഒരു ഉദ്ദേശം. നൗദുബില്ലാ. അങ്ങനെ അവന് ലാസ്റ്റ് അവന് എന്താ ചെയ്യണത്? ഈ മനുഷ്യനെ ഇബാദത്തിലേക്ക് നല്ല കടന്നുകൂടാണ് അവന്റെ. അതായത് ഒലുവ് നിസ്കാരത്തിലൊക്കെ വന്നുകൂടാണ്. പിന്നീട് ആ പാവം മനുഷ്യന് ഒലുവ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാണ്. ഇവിടെ ഈ ഒലുവ് ചെയ്യാൻ വരുമ്പോ ആദ്യമായിട്ട് വസ്വാസിട്ട് കൊടുക്കുകയാണ്, കൈ വെള്ളത്തിൽ കൂടെ. അങ്ങനെ വെള്ളം കൊണ്ട് കൈ കഴുകി മുഖം കഴുകിന്റെ മുട്ട അവിടെ നനഞ്ഞില്ല, നെര്യാണി ഇവിടെ നനഞ്ഞില്ല. അങ്ങനെ കഴുകും തോറും ശരിയായില്ല എന്ന തോന്നലൂടെ അവന് ഒന്നുകൂടെ എന്ന ഒരു ദുശ്ചിന്ത ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെ ആ പാവം ആ മനുഷ്യന് പ്രയാസപ്പെട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എന്താണ് ശരിക്കും ഇബാദത്തിൽ ഏറ്റവും നമുക്ക് കുറഞ്ഞ വെള്ളം മതി അല്ലെ. ഒരു ഒതുക്കാൻ എത്രയോ കുറഞ്ഞ വെള്ളം മതി. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സമയവും മതി അല്ലെ. കുറഞ്ഞ സമയത്തിന്റെ വെള്ളത്തിന്റെ ഒക്കെ ഉള്ളു. അതാണ് ഇവിടെ നമ്മള് വെള്ളത്തിൽ കളിപ്പിക്കുന്നതും സമയം വേസ്റ്റ് ആക്കുന്നതും ഒക്കെ. നമ്മുടെ വക്ത് തെറ്റിക്കുകയാണ്, ഇവിടെ കളാക്കുകയാണ് അല്ലെ. നൗദുബില്ല. ഇവിടെ സമയനഷ്ടം, വെള്ളനഷ്ടം, മാനനഷ്ടം എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ സമ്പാദിക്കുന്നതിൽ, അതായത് ബുദ്ധിയുള്ളവർക്ക് ഏറ്റവും മുഖ്യമായത് എന്താണ്? സമയമാണ് അല്ലെ. സമയത്തിന് നമ്മൾ വലിയ മൂല്യമല്ല കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിനും അമൂല്യമാണ്. ഇതൊരു അവൈലബിൾ അല്ലാത്ത സ്ഥലത്താണ് നമുക്ക് ആ വെള്ളത്തിന്റെ അവസ്ഥ എന്താ ആക്കട്ടെ, അമീൻ. അങ്ങനെ ഈ വിലപ്പെട്ട സമയം നമ്മൾ ഏത് കയറിൽക്കാണ് നമ്മൾ ചെലവഴിക്കേണ്ടി? ഉള്ള സമയം നമ്മൾ ഉണ്ടാക്കുന്ന സമയം ഉണ്ടല്ലോ, സമയം ഇപ്പൊ അമൂല്യാണല്ലോ. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കരുതിയിരിക്കണം. ഈ നല്ല മനുഷ്യൻ എന്താണ് ഈ സമയം കൊണ്ടും വെള്ളം കൊണ്ടും ഇതൊക്കെ കളിപ്പിക്കുകയാണ്. നൗദുബില്ല. പിന്നെ ഇത് നമ്മള് ഈ ഭാഗത്തില് നമ്മള് ഒരു കുരങ്ങ് കളി കളിപ്പിക്കുകയാണ് അല്ലെ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കാൻ എന്നാലോ ശൈത്താൻ എന്താ ആദ്യമായിട്ട് അവന്റെ നിയ്യത്തിൽ വസ്വാസിട്ട് കൊടുക്കുകയാണ്. കാരണം വസ്വാസ് നമ്മൾ നിയ്യത്തിൽ നമ്മളെ ഹൃദയത്തിലാണല്ലോ നമ്മൾ കരുതേണ്ടത്. ആ നിയ്യത്ത് ഇങ്ങനെ വാക്കിലൂടെ ഉച്ചത്തിലാകുകയാണ്. ഉസല്ലി പറഞ്ഞിട്ട് ശബ്ദം ഉയർത്തു വരികയാണ്. കാരണം നമുക്ക് ശരിയാണില്ല എന്നുള്ള പ്രയാസപ്പെട്ട് നെയ്യത്തെ ശരിയാക്കാൻ നോക്കുകയാണ്. അങ്ങനെ നമസ്കാരത്തിൽ ഉടനീളം അങ്ങനെ അതുപോലെ നെയ്യത്ത് ഇയ്യാക്കൻ അബുദു അയ്യാക്കൻ എന്നൊക്കെ ഇയ്യാക്ക പറഞ്ഞിട്ട് പണ്ട് ഒരു ഇത് പറയും. ഒരു മാമൂം നിസ്കരിക്കുമ്പോ ഇമാമ് ഇയ്യാക്ക പറഞ്ഞ മാമൂം ഇങ്ങോട്ട് വിളിച്ചിട്ടിട്ട് പറഞ്ഞല്ലോ, കുറെ സമയം ഇയ്യാക്കണെങ്കിൽ ആനാക്കട്ടെ പറഞ്ഞ പോലെ ഇടങ്ങാറാക്കുകയാണ് ഇബ്ലീസ്. നൗദുബില്ല. ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത്, അതായത് നമസ്കാരത്തെ വൈകിപ്പിക്കുക, കലാക്കുക, അതൊക്കെയാണ് ഓന്റെ തന്ത്രപരമായ കളി അല്ലെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്താണ്? നമസ്കാരമാണ്. അതിനെ ഇതാക്കുകയാണ്. ഇനി ഉളു, നമസ്കാരം എന്നിവയിൽ നമുക്ക് വരുന്ന ഒരു വിശ്വാസനെ എങ്ങനെ ഒന്ന് മറികടക്കാനുള്ള ഒരു പരിഹാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനൊക്കെ എന്താണ് ബേസിക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാല് സഹോദരിമാർ, ആദ്യമായിട്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം. അള്ളാഹുക്കിൽ തവക്കൽ ചെയ്തിട്ട് നമ്മൾ നിയ്യത്ത് നന്നാക്കുക. അതായത് നിയ്യത്ത് നമ്മളത് ശരിയായിട്ടുണ്ടെന്ന് തന്നെ നമ്മളെ മനസ്സിനെ നമ്മൾ ബോധിപ്പിക്കുക. എനിക്ക് ഇത്ര അതിന്റെ നെയ്യത്ത് ശരിയാക്കിക്കണം, ഇനി ഇബ്ലീസിന്റെ കളി ഇവിടെ വേണ്ടാന്നുള്ള നമ്മള് ഈ വിശ്വാസം എന്ന ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, കൂടുതലായിട്ടുള്ള വിശ്വാസത്തിന്റെ സൂക്ഷ്മത അത് ഒഴിവാക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന പിശാചിനെ നമ്മൾ ഗവർമെന്റ് ചെയ്യുക. നമ്മൾ തീരെ മെയിൻ ചെയ്യരുത്. അങ്ങനെ അള്ളാഹുവെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. എന്റെ റബ്ബ് കാരുണ്യവാനാണ്, എന്റെ ഇബാദത്തുകൾ ഒന്നും ഇബ്ലീസിന് വിട്ടുകൊടുക്കൂല. എന്റെ റബ്ബ് വഹുവ സമീഉൽ അലീം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള റബ്ബാണ്. അപ്പൊ എന്റെ നെയ്യത്ത് നന്നായി എന്ന ദൃഢനിശ്ചയത്തിൽ ഇബാദത്തിലേക്ക് അടുക്കുക. അങ്ങനെ എന്നിട്ട് വിശ്വാസ് വരുന്നുണ്ടെങ്കിൽ ദുർചിന്ത അലട്ടണമെങ്കിൽ നമ്മള് അള്ളാഹുവിൽ നമ്മള് മനസ്സിരുത്തി അഭയം തേടുക. അവിടെ നിർത്തുക. നമ്മള് ഈ വിശ്വാസിനെ അവിടെ നിർത്തുക. പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമസ്കാരത്തിൽ ഒരുങ്ങിയാല് ശൈത്താന്റെ ഷർറിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഔദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അതിനുശേഷം സൂറത്ത് മുഅ്മിനിലെ 97-98 ആയത്ത് ഓതാറുണ്ടായിരുന്നു. അതായത്
റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇത് നമ്മൾ നിസ്കാരത്തിന് മുമ്പ് അഭയത്തായിട്ട് ചൊല്ലുക. പിന്നെ ഇവിടെ വിവാദത്തിൽ നമ്മളെ തത്വ മാറ്റിമറിക്കാനാണ് അല്ലെ ഇവിടെ ശ്രമിക്കുന്നത് ഇബ്ലീസ്. നമുക്ക് നമസ്കാരത്തില് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാവിധ വിപത്തുനിന്നും ഷെറിനും. ആമീൻ. ഇനി നമുക്ക് നമസ്കാരത്തില് വസ്വാസ്, അതായത് സംശയം നീങ്ങി കിട്ടാനും മറ്റൊരു പരിഹാരം നോക്കുക ഇൻഷാ അല്ലാഹ്. അതിന് എത്രത്തോളം സുട്ടബിൾ ആവും എന്ന് അറിയില്ല, എങ്കിലും ഒന്ന് നമ്മൾ ശ്രമിച്ചു നോക്കുക ഇൻഷാ അല്ലാഹ്. അതായത് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാതിരിക്കുക. കാരണം ഇത് ഈ വസ്വാസിൽ ഒരു മറവിയും കൂടി സംഭവിക്കുന്നുണ്ട്. ഈ മറവിയും വസ്വാസും ആയിട്ടൊരു കണക്റ്റ് ആണ്. അപ്പോ അതിന് ബാധിക്കും. അപ്പൊ നമ്മള് റൂമുകൾ മാറി ഈ മുസല്ലിട്ടോ, അല്ലെങ്കിൽ ആ റൂം സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്ത് ഒരു അടയാളിട്ടിട്ട് നമ്മൾ മുസല്ലിട്ട് നമസ്കരിക്കുക. അപ്പൊ എന്താവും, നമുക്ക് ഏത് വക്താണ് നമസ്കരിച്ചതെന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. ഞാൻ അസ്ര നിസ്കരിച്ചോ അതോ ലുഹുറ നിസ്കരിച്ചത് എന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഐഡിയ കിട്ടും അല്ലെ. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് റക്കാത്തുകൾ മാറിപ്പോകുന്നത്, എപ്പോഴും റക്കാത്ത് മാറിപ്പോകുന്നത് ഒക്കെ വിശ്വാസപ്പെട്ടത് തന്നെ. അങ്ങനെ സൂറത്തുകൾ ചെറിയ സൂറത്ത് പഠിച്ചു മാറിയിട്ടുണ്ട്. ശ്രമിക്കുക. നമുക്ക് തോന്നും ആ പിന്നെ സുഹൃത്താളോ റഷീദത്താ ഇത് ക്ലിയർ കുറവുണ്ടല്ലോ. ഓതാന്ന് മനസ്സിൽ നമുക്ക് തോന്നും. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ അവിടെ ചെയ്യുന്നുണ്ട്. ഉമൈമത്ത ഭയങ്കര റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ച എന്റെ നെറ്റിന്റെ പ്രോബ്ലം വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി ഇതിൽ കയറി നോക്കിയപ്പോ ഇതിലും പ്രശ്നമാണ്. തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, മുറിഞ്ഞു പോകുന്നു. ഇപ്പൊ ഒരു 5 മിനിറ്റോളായിട്ട് നിങ്ങൾ 2-3 മിനിറ്റ് ആയിട്ട് പറഞ്ഞതെല്ലാം ക്ലിയർ ഇല്ല, തീരെ ക്ലിയർ ഇല്ല. തന്നെ ഞാൻ ഒന്നോട്ട് നോക്കാം ഇൻഷാല്ലാ. ഇപ്പൊ പറയുന്നത് നല്ല ക്ലിയർ ഉണ്ട്. ഇത്ര നേരം സംസാരിക്കുമ്പോ എന്തോ മുറിഞ്ഞു പോയി. ഇനി തക്കുവന്റെ അവിടുന്ന് തുടങ്ങണം ഇൻഷാല്ലാ. നിസ്കാരത്തിൽ ഓർമ്മക്കുറവ് മുതൽ കേട്ടില്ല എന്ന് ടെക്സ്റ്റ് മെസ്സേജ് കാണുന്നുണ്ട്. അത് മുതൽ പറഞ്ഞു തന്നാല്. മൈമത്തെ ലെഫ്റ്റ് ആയി പോയോ?
കേൾക്കുന്നുണ്ടാ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു നിസ്കാരത്തില് ഓർമ്മക്കുറവ് വരുന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ മുതൽ ആ പറഞ്ഞു. ആ ഇൻഷാ അല്ലാ. ഇവിടെ നമുക്ക് നമസ്കാരത്തില് നമുക്ക് നമസ്കാരത്തിലെ വസ്വസ്, അതായത് സംശയം നീങ്ങി കിട്ടാന് മറ്റൊരു പരിഹാരമുണ്ട്. അതായത് പിന്നെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാതിരിക്കുക. കാരണം പിന്നെ ഇത് നമുക്ക് വിശ്വാസത്തിൽ ഒരു മറവിയും കൂടി സംഭവിക്കുന്ന പറയണത്. അപ്പൊ ഒരു മുസല്ല ഒന്ന് അപ്പുറം ഇടുക, അല്ലെങ്കിൽ റൂമുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ടിട്ട് നമസ്കരിക്കുക നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. അപ്പോ നമുക്ക് ഏത് വക്താണ് നമസ്കരിച്ചത്, നമ്മൾ ഇന്ന സ്ഥലത്തിന്റെ വക്ത് നിസ്കരിച്ചല്ലോ, ഞാൻ ളുഹർ നിസ്കരിച്ചാണ് എന്നൊരു ഐഡിയ കിട്ടും ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ റക്കാത്തുകൾ മാറി മാറി പോകുന്നതിന് നമ്മൾക്ക് ചെറിയ സൂറത്തായിട്ട് ഒന്ന് മാറ്റി പിടിക്കുക. എപ്പോഴും സൂറത്തുകളൊക്കെ ഒന്ന് പിന്നെ ചെറിയ ചെറിയ സൂറത്തുകൾ ഒന്ന് കാണാതെ പഠിച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നമുക്ക് ഓതാം. അപ്പോൾ മനസ്സിലാവും പിന്നെ ആദ്യത്തെ റക്കാത്തിൽ ഞാൻ ഇതാണ് ഓതിയത് എന്നുള്ള ഒരു ഇത് കിട്ടും. ഒരേ സൂറത്ത് തന്നെ ഓതാതെ നിൽക്കുക കൂടുതലും. പിന്നെ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തിൽ നമുക്ക് കൂടുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്, നമ്മളൊന്നും അറിയണ്ട. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും കൂടുതലും വരൂല, കാരണം ഇമാമിന്റെ കൂടെയാണല്ലോ. അപ്പൊ പിന്നെ അത് ഒരു നെയ്യത്താണ്ട് വെച്ചിട്ട് ഫാത്തിഹ ഓതിയാൽ നമ്മൾക്ക് അങ്ങനെ നെയ്യത്ത് വെച്ചാണ്ട് നിസ്കരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത രീതികൾ വസ്വാസി വീട്ടിലുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൃദയം നമ്മുടെ കൺട്രോളിൽ തന്നെ അകറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് വസ്വാസിലൂടെ നമ്മളെ ചിന്തകളെ മാറ്റി മറിക്കുക. ഇങ്ങനെ ഒരു കോപ്രായത്തര ബിലീസിന്റെ നവുതുബില്ല ഒന്നും ഒരു പെർഫെക്ഷൻ ആകാത്തൊരവസ്ഥ. അതുപോലെ തന്നെ വീടിന്റെ ഡോർ ക്ലോസ് ചെയ്തോ അങ്ങോട്ടും പോവുകയാണെങ്കിൽ നമ്മൾ ഡോറ് വാണ്ടിയിൽ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ നോക്കുകയാണ്. ഡോറ് ക്ലോസ് ചെയ്തോ പിന്നെ വാതിൽ തുറക്കേണ്ട അവസ്ഥ വരികയാണ് ഇവിടെ. എന്താ വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തോ, ലൈറ്റ് ഓഫ് ചെയ്തോ, ഫാൻ ഓഫ് ചെയ്തോ, ഇങ്ങനെ പല വിധത്തിലും ഇങ്ങനെ സംശയമായിട്ട് ചിന്തകളായിട്ട് ഒന്നുകൂടി ഇങ്ങനെ കമ്പൽഷൻ വരുത്തുക. പിന്നെ അപ്പോ ഇതങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാല് ഇത് ഒരാളുടെ ഹൃദയത്തിലേക്ക് രൂപപ്പെടും, പിന്നെ പ്രവർത്തനത്തിലേക്കും ചിന്തകളിലേക്കും വരികയാണ് അല്ലെ. അതായത് ചേക്കേറിയിട്ട് ആ ചിന്തകളെല്ലാം നമ്മളെ വാക്കും പ്രവർത്തനങ്ങളെയൊക്കെ സ്വയം നമ്മളെ തന്നെ ഒരു പരിഹാസപ്പെടുത്തുന്ന ഒരു കാരണം ശൈത്താനെ കാണുന്നില്ലല്ലോ, നമുക്ക് തന്നെ ഒരു പരിഹാസമായി തോന്നുകയാണ്. നൗദുബില്ല. പിന്നെ അള്ളാഹു കാക്കട്ടെ, ഇതിനകത്ത് പുറപ്പെട്ടതാണല്ലോ ഇബ്ലീസ്. സൂറത്ത് അറാഫിൽ 16-17 ആയത്തുകളിൽ അള്ളാഹു താല പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال فبما أغويتني لأقعدن لهم صراط المستقيم. അവൻ ഇബ്ലീസ് പറഞ്ഞു, എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യൻ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും എന്ന്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പിന്നീട് അവരുടെ മുമ്പിലൂടെയും അവരുടെ വലതുഭാഗങ്ങളുടെയും ഇടതുഭാഗങ്ങളുടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധിക പേര് നന്ദിയുള്ളവരായി നീ കണ്ടെത്തുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഇബ്ലീസ് ഒന്നിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. നൗദുബില്ല. എപ്പോഴും നമ്മൾ ജാഗ്രത പുലർത്തണം. ഇബ്ലീസിനെ ഒരു നിലക്കും നമ്മൾ ഇടം കൊടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുക. അതായത് നമ്മൾ ദുനിയാവിലെ പളപളപ്പിലെ നമ്മൾ നീങ്ങണത് എപ്പോഴും അല്ലേ. കാരണം ഇവിടെ സമയം നമ്മൾ ഇവിടെ ഒന്നിനും കണ്ടെത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പ്രിയ സഹോദരിമാരെ, ഇബ്ലീസ് നമ്മളെ വഴി പഠിപ്പിക്കാനായിട്ട് എന്താണ് ആക്രമിക്കാനായിട്ട് ഒരു കള്ളനെ, ശരിക്കും പറഞ്ഞാല് ഒരു കള്ളൻ ഏതെല്ലാം വിധാനയാണ് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നത്, അതിലും ഈസി ആയിട്ടാണ് ഇബ്ലീസ് നമ്മുടെ നന്മയിലെ വ്യതിചലിക്കാൻ വരുന്നത് അല്ലെ. നൗദുബില്ല. കാരണം നമ്മളെ രക്തത്തിൽ വരെ ചേരുന്നാണല്ലോ പറഞ്ഞത്. ശൈത്താൻ കൂടുതലും ഇടപഴകുന്നത് സ്ത്രീകളിലാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ നരകത്തിൽ കൂടുതലും സ്ത്രീകളാണെന്ന് പറഞ്ഞത്. ഇത് പറയുകയാണെങ്കിൽ മതപരമായിട്ട് വളരെ ബേക്കോട്ടാണ് സ്ത്രീകൾ. കാരണം ഒരു കല്യാണം അതിന്റെ സൗന്ദര്യവർദ്ധനവ്, ഡ്രസ്സിങ്ങില്, അതേമാതിരി കല്യാണം, മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, ബ്രൈഡ് ടു ബി, ബർത്ത്ഡേ, ആനിവേഴ്സറി, ഇങ്ങനെ പല ഡ്രസ്സിലും കോമാളിത്തരത്തിലും കോപ്രായത്തിലും വന്നിട്ട് കല്യാണമൊക്കെ ആണെങ്കിൽ 15 ദിവസം മുമ്പ് തുടങ്ങും ഇപ്പൊ കല്യാണം. ഓരോ ഡ്രസ്സിങ്ങില് ഒലക്കകുത്തും മാനകുത്തും മുല്ലപ്പൂ കുത്തും ഒക്കെ പറഞ്ഞിട്ട് റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. റബ്ബേ അതിലൊന്നും പെടുത്താതെക്കട്ടെ എല്ലാരും. അമീൻ. മാദനല്ലാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കല്യാണത്തിന് പോവാൻ തന്നെ പേടിയാണ്.
കാരണം ഭയങ്കര പേടിയാണ്. പിന്നെ ഇവിടെ സൂറത്ത് അങ്കബൂത്തിൽ 38-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും ഫസദ്ദഹും അനിസ്സബീൽ. പിശാച് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കുന്ന പറഞ്ഞത്, അവരെ ശരിയായ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ശൈത്താന്റെ കളിയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പുരുഷനെ ഒന്നൂക്കിൽ അത് ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ഉമ്മായിരിക്കും, അല്ല ഉപ്പായിരിക്കും, അല്ലെങ്കിൽ അത് പെങ്ങളായിരിക്കും. ഇവരൊക്കെ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ പൈസ കൊടുക്കുകയാണ്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പുരുഷൻ എന്താകുകയാണ്, ചെണ്ടക്കൊത്ത കോലാകുകയാണ് ഇവിടെ സ്ത്രീന്റെ ഇടയിൽ. ഏത് സ്ത്രീയാണ്, ആരായാലും, പെങ്ങളാകട്ടെ, മരുമകളാകട്ടെ, പിന്നെ ഭാര്യ ആവട്ടെ, ആരായാലും ഭയങ്കര സങ്കടമാണ് ഇവിടെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ചെറുത്താനൊരു കളിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ സല്ലല്ലാഹുവിനെ വേദന ചെയ്യണ്ടേ. പിശാചുക്കൾ എന്താണ്, പിശാചുക്കൾ അവന്റെ മിത്രങ്ങളെ സഹായിക്കുന്ന പറഞ്ഞത്. കാരണം അല അൽ ഇൻസു യഖ്സിറൂന അമ്മാ യഅമലൂന മിനസ് സയ്യിആത്ത്, അതായത് മനുഷ്യൻ അവന്റെ തെറ്റുകളിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോവുകയില്ല. അപ്പൊ ഷെയ്ത്താനോ, വലശൈത്താനു തുംസിഖു അൻഹു, പിശാചാവട്ടെ അവനെ വഴി തെറ്റിക്കുന്നത് നിർത്തുകയുമില്ല. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരവസ്ഥ അല്ലേ. നഊദുബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് പറയാണ്, 28-ാം അധ്യായത്തിലെ 50-ാമത്തെ വചനത്തില് അള്ളാഹു പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഫഇൻ ലം യസ്തജീബൂ ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സുബ്ഹാനല്ലാഹ്. ഇനി നിനക്ക് അവർ ഉത്തരം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് അവർ പിന്തുടരുന്നത് എന്ന് നീ അറിഞ്ഞേക്കുക. അള്ളാഹുവിങ്കിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടത്തെ പിന്തുടരുന്നവനേക്കാൾ വഴി പിഴച്ചവർ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല, തീർച്ച. അള്ളാഹു ആണയിട്ടാണ് പറയുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ അള്ളാഹു താല എത്ര സ്ഥലത്താണ് നമ്മോട് താക്കീത് നൽകുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് അല്ലെ. ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്ന, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതിലൂടെ എല്ലാം നമ്മോട് എന്താണ്, സൂക്ഷ്മത കൈക്കൊള്ളാനാണ് നമ്മൾ ഉണർത്തുന്നത്. തക്കുവള്ളവർക്ക് തെറ്റുന്ന ഇതൊന്നും വരൂല അല്ലെ. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണെന്ന് ചോദിക്കണ്ട് അല്ലെ. അപ്പോ പിശാചി നമ്മളെ ഗുണത്തിനായിട്ട് ഒരിക്കലും നമ്മക്ക് എന്താക്കൂല, നമ്മളെ പിന്നെ വരൂല, നമ്മളെ പ്രവർത്തിക്കൂല. കാരണം നമ്മള് നല്ല ദർജയിലെത്തുക, അതായത് ഫിർദൗസിൽ നമ്മൾ എത്തുന്നത് അവൻ തടഞ്ഞ് നരകത്തിലേക്കുള്ള വഴിയിലെ തെളിച്ച് കൊണ്ടുപോവുകയാണ് അല്ലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മള് പിന്നെ ഇവിടെ ദുന്യാവില് നമ്മള് അറിവ് നേടണം. ഇവിടെ അറിവ് നേടെങ്കിലേ നമുക്ക് അവിടെ ഗുണമുള്ളൂ. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. കേൾക്കുന്നുണ്ടാ ടീച്ചറെ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ എവിടെ സമയം, അതായത് അറിവ് നേടുമ്പോ അൽഹംദുലില്ലാഹ്, എവിടെയും അതായത് സമയം കൊല്ലിയായിട്ട് ഇപ്പൊ ഒരു മൊബൈലാണല്ലോ, മൊബൈൽ എല്ലാവരുടെ അടുത്തും. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ ഞാൻ ഈ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ പഠിക്കുന്നതും ഖുർആൻ പഠിക്കുന്നതും നമ്മളെ കൂട്ടായ്മകളും എല്ലാം അൽഹംദുലില്ലാഹ് മൊബൈൽ കൊണ്ടാണ്. അപ്പൊ അതാ പറഞ്ഞ, നല്ലത് വേണ്ടവർക്ക് നല്ലതുണ്ട്, പിശാചിന്റെ വഴിയിൽ പോകേണ്ടവർക്ക് അതും ഉണ്ട്. സഹോദരിമാരെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പിശാചിന്റെ വഴിയിൽ നമ്മളെല്ലാവരും തടഞ്ഞു നിർത്തട്ടെ, ആമീൻ. അള്ളാഹു താല ആമീൻ. അങ്ങനെ ഇതിന്റെ ഒക്കെ എന്താ വെച്ചാൽ പരമപ്രധാനം എന്താന്ന് വെച്ചാല് ഉള്ള ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ നമ്മൾ അറിവ് നേടുക എന്നുള്ളത് മാത്രമാണ് അല്ലെ. സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു താല പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ എന്താണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളുടെ കൂട്ടത്തില് ഇൽമുള്ളവർ മാത്രമാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ ഇൽമ നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പാടില്ലാത്തതെന്ന് മനസ്സിലാക്കും. അതിന്റെ ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ചും, അതായത് ഇഹത്തിലും പരത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് സുബ്ഹാനല്ലാഹ് നമ്മൾ ബോധവാന്മാരാവുകയും ദേഹച്ചകളുടെ പിന്നാലെ പോവുകയും ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളുടെ വഞ്ചനകളിൽ ഒന്നും അയാള് അകപ്പെടുകയില്ല. അവന്റെ രക്ഷ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണെന്നും അവന്റെ ശിക്ഷ ഹറാമുകളിൽ അകപ്പെടുമ്പോഴെന്നും അവന് നന്നായി അറിയും. മതപരമായ എല്ലാ സംശയങ്ങളും ഷഹവാത്തുകളും വസ്വാസുകളും നീങ്ങിപ്പോകും. ഇത്തഖുള്ള, അങ്ങനെ അവനെന്താകും,
തഖ്വയുള്ള ഒരാളെ ജീവിക്കും അല്ലെ. അൽഹംദുലില്ലാഹ്. സഹോദരിമാരെ, അതാണ് ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതായത് ഒരു നല്ലൊരു മുഅ്മിനിനെ ഒരു വലയിൽ വീഴ്ത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞല്ലോ, കുഫറിലേക്ക് പോകും, പിന്നെ അവിടുന്ന് മുബ്തദാക്കും നോക്കും, പിന്നെ ഫാസിക്കാൻ നോക്കും, അങ്ങനെ അവസാനമാണ് ഇബാദത്തിൽ വസ്വാസ് കൊടുക്കുന്നത്. അപ്പോ കാരണം ഒരാൾക്ക് വസ്വാസ് തോന്നുക എന്നത് അയാളുടെ പരലോക വിജയത്തിന്റെയും ഹൃദയ ശുദ്ധിയുടെയും തെളിവാണെന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. തീർച്ചയായും പിശാച് ഒരാൾ സുഹൃതനാണെന്ന്, അതായത് തെക്കുവയിൽ ജീവിക്കുന്ന ഒരാളെന്ന് കണ്ടാൽ, തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് കണ്ടാൽ അടുത്ത പണിയാണ് അവനെ വസ്വാസ് ഉണ്ടാക്കുക എന്നത് അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വസ്വാസിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസ മാ ഖദ് റഅ അലൈനാ ഫജഅലത്തിൽ വസ്വസ. അവന്റെ കുതന്ത്രങ്ങളെ, അതായത് ഷെയ്ത്താന്റെ കുതന്ത്രങ്ങളെ വസ്വാസിലേക്ക് വിട്ട അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നമ്മുടെ മേൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അവന് സാധിച്ചില്ല, അപ്പോൾ അവനത് ആ വസ്വാസിലേക്ക് നീങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് വസ്വാസ് ഉള്ളവർ ശരിയായ ഈമാൻ ഉള്ളവരാണെന്ന് ഇവിടെ പറയാൻ കാരണം. അപ്പോ എന്താണ്, ഈ വസ്വാസ് ഉള്ളവർക്ക് അങ്ങനെ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇടത് ഭാഗത്തേക്ക് അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അവർ പാറ്റി തുപ്പുന്ന പറഞ്ഞത് അല്ലേ. അതിനാൽ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ധാരാളമായി ശൈത്താനിൽ നിന്ന് അഭയത്തേട്ടം തേടണം. പിന്നെ അതുപോലെ വിശുദ്ധ ഖുർആൻ ഓതുക, ഹദീസ് വായിക്കുക, അതേമാതിരി അദ്കാർ സബാഹ്, അദ്കാർ മസാ, ഇതൊക്കെ രാവിലെയും വൈകുന്നേരവും ചെല്ലുക നിർബന്ധമായിട്ടും. അതുപോലെ മുഅവ്വദത്തൈനി രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ഓതുക. അത് ഈ മുഅവ്വദത്തൈനിയിലെ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔദു ബിറബ്ബിൻ നാസും ആദിക്ക് അഭയത്തെ ടൈറ്റേനല്ലോ നമ്മൾ ആദ്യം ചെല്ലുന്നത്. പിന്നെയാണ് അത് വിശുദ്ധ ഖുർആനിലേക്ക് വന്നതെന്ന് ഞാൻ അന്നൂറില്, അതായത് പീസ് റേഡിയോയിലെ അന്നൂറില് അബ്ദുൽ ജബ്ബാർ അൽ മദീനിന്റെ ക്ലാസ്സിൽ കേട്ടതാണ്. അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ നമ്മള് സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദത്തൈനി തൗഹീദിന്റെ ആയത്താണല്ലോ. ആ തൗഹീദ് നമ്മളെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചാൽ ഇബ്ലീസ് അവിടെ ഓടി നിൽക്കൂല എന്നാ പറഞ്ഞത്. ഇബ്ലീസ് ഓടിപ്പോവും. അതേമാതിരി ദിക്റ് ചെല്ലുക. അങ്ങനെ നമ്മളെ ശൈത്താനെ നമ്മൾ പാടെ വിസ്മരിക്കുക. അങ്ങനെ ഈ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടാൽ തന്നെ പിശാച് വിറളി പിടിച്ച് ഓടുന്ന പറഞ്ഞത്. അവനെ എന്താ വെച്ചാല് നമുക്ക് എപ്പോഴും ദിക്റ് ചെല്ലുക. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയത്തിൽ ഒരിക്കലും പിശാച് പ്രവേശിക്കൂല. അങ്ങനെ അവന്റെ കുതന്ത്രങ്ങളോ പ്രലോഭനങ്ങളോ ഒന്നും നമുക്ക് ജയിച്ചില്ല അല്ലെ. അങ്ങനെ ദിക്റ് കൊണ്ട് ദിക്റുള്ള ഒരു മനസ്സില് ഒളിഞ്ഞു തിരിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വഴി മാറി പോകുന്ന പറഞ്ഞത് ആര്? ശൈത്താന്. അങ്ങനെ ദിക്റ് കൊണ്ട് അങ്ങനെ ഹൃദയം പ്രകാശിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാ നമുക്ക് ശരിയായോ എന്ന ഈ വലിയ സൂക്ഷ്മത ഉണ്ടല്ലോ, അത് ഒഴിവാക്കും. അതുപോലെ തന്നെ ഇബ്ലീസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മള് അള്ളാഹു താല അവന്റെ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും കാവലിന് തേടണം. അങ്ങനെ ആ പിശാചിന്റെ ലഅനത്തുല്ലാഹി അലൈഹി. കാരണം എന്താ വെച്ചാൽ ഈ പിശാചിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ വഴി പിഴപ്പിക്കാനായിട്ട് അള്ളാഹുവിനോട് സമ്മതം വാങ്ങിയിട്ട് പുറപ്പെട്ടതാണ് അല്ലെ. നഊദുബില്ലാഹ്. ടീച്ചറിൽ പറയുന്നുണ്ട് സൂറത്ത് അതായത് 31 മുതൽ 42 വരെയും, സൂറത്ത് അറാഫില് 12 മുതൽ 18 വരെയും പറയുന്നുണ്ട്. അതായത് വിശുദ്ധ ഖുർആനിൽ ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് തൊട്ടിട്ട് അവരുമായുള്ള സംഭാഷണങ്ങള്. അങ്ങനെ അവിടുന്ന് ഞാൻ അങ്ങനെ പുറത്താക്കി, ആ അഹങ്കാരിനെ പുറത്താക്കിയപ്പോ അള്ളാഹുവിനോട് പറഞ്ഞു, നേരായ വാതിലുള്ളവരല്ലാതെ എനിക്ക് വായിപ്പിക്കാൻ കഴിയില്ല, അപ്പൊ ഞാൻ എല്ലാവരും വായിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാനിപ്പോ അത് ഓതാനും അർത്ഥം പറയാനും സമയമില്ല. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇവിടെ സൂറത്ത് അറാഫില് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് അറാഫില് പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധവും ബാധിച്ചാൽ അവർക്ക് അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ അവൻ ഉൾക്കാഴ്ച ഉള്ളവനാകുന്നു അല്ലെ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സദാ ദുആ ചെയ്യുക.
പിശാചി നമ്മെ സമീപിക്കാതിരിക്കാനും, അഥവാ സമീപിച്ചാൽ തന്നെ അതിനെ അള്ളാഹു നമ്മളിൽ നിന്ന് പിശാചിനെ വിട്ടുപോകാനും പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിക്കാനും ഞാൻ നിങ്ങളും എപ്പോഴും സദാ പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോടുള്ള സമീപനം ഇഖ്ലാസോട് കൂടി, അതായത് കാപ്പട്യമില്ലാതെ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ട് ഇബാദത്ത് ജീവിക്കുന്നവരുടെ മുത്തഖികൾ നാം എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അതുപോലെ നമ്മൾ എപ്പോഴും മരണം, ഖബറൊക്കെ ചിന്തിക്കുക. നമ്മളെ മരണചിന്ത, നമ്മൾ ദിക്റുൽ മൗത്ത്, നമുക്ക് നല്ല ബുദ്ധിയുള്ളവർക്ക്, ഏറ്റവും നല്ല ബുദ്ധിയുള്ളവർ മരണചിന്തയുള്ളവരാണെന്നാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പൈശാചികമായ എല്ലാ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും നേരായ പാതയിലൂടെ അവന്റെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിലെ നേരായ പാതയിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നാം എല്ലാവരെയും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇവിടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പല ബുദ്ധിമുട്ടുകൊണ്ടും പ്രത്യേകിച്ചും പലസ്തീന് അള്ളാഹുവെ അവർക്ക് നീ ഭക്ഷണവും വസ്ത്രവും വെള്ളവും എല്ലാം യുദ്ധം നിർത്തി അള്ളാഹുവെ അവർക്ക് എല്ലാ സഹായവും ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ അള്ളാഹുവെ നമ്മളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് എല്ലാം സഹായിക്കട്ടെ. ആമീൻ. അള്ളാഹുവെ ഇസ്ലാമിനെതിരെ പൊരുതുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ തന്ത്രം കൊണ്ട് അവരെ കുതന്ത്രങ്ങളെ നശിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ പരീക്ഷണങ്ങളിൽ പതാതെ നിന്റെ തൗഹീദിൽ അടിയുറച്ച് ഈമാനും തഖ്വയും തവക്കുലും അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കണേ. അള്ളാഹുവെ നീ തന്ന സമ്പത്തും മക്കളും സൗകര്യങ്ങളും എല്ലാം നിന്നെ കൂടുതൽ അടുപ്പിക്കുന്ന ഭാഗമാക്കി തീർക്കണേ. ആമീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അള്ളാഹുവെ ഭയഭക്തിമാരുടെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. ആമീൻ. പരിശുദ്ധ ഖുർആൻ പഠനം വരെ നിലനിർത്തുകയും പഠിക്കുന്ന ഓരോ ആയത്തും ഹദീസും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ള പറഞ്ഞെടുക്കാനുള്ള ഹിക്മത്തും ഞങ്ങൾക്ക് നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇബാദത്തുകൾ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ ആരോഗ്യത്തോടു കൂടി ഖലാസോട് കൂടി അള്ളാഹുവെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹു. അള്ളാഹു ഞങ്ങൾ മുമ്പ് പോയ ചെറുതും വലുതും പൊളിഞ്ഞും മറിഞ്ഞും വലുതും ചെറുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ. ഞങ്ങൾ അനുഗ്രഹിക്കണേ സ്വർഗം കൊണ്ട്. അള്ളാഹുവെ കൂടെ വാങ്ങുന്ന والمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات. آمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا والحمد لله رب العالمين. الحمد لله رب العالمين. وآخر دعوانا الحمد لله رب العالمين. اللهم رب العزة عما يصفون. الحمد لله رب العالمين. والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. آمين. السلام عليكم ورحمة الله وبركاته.